12,000 കുടുംബങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൊച്ചിയിലെ സൗജന്യ കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ. കണക്ഷൻ നൽകുന്നതിന് ലൈസൻസുകൾ കൂടുതൽ പണം ആവശ്യപ്പെടുന്നതാണ് നിലവിലെ പ്രശ്നത്തിന് കാരണം. ഈ മാസത്തിനകം കണക്ഷൻ നൽകിയില്ലെങ്കിൽ പദ്ധതി തന്നെ ഇല്ലാതാകും. കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷനാണ് നഗരങ്ങളിൽ അമൃത പദ്ധതി എന്ന പേരിൽ നടപ്പാക്കുന്നത്. ഒരു കണക്ഷന് നിശ്ചിത തുക എന്ന രീതിയിലാണ് സർക്കാർ സഹായം നൽകുന്നത്. ഇതിനായി കരാറും നൽകിയിട്ടുണ്ട്. എന്നാൽ കണക്ഷൻ നൽകുന്നതിന് ലൈസൻസുകൾ കൂടുതൽ പണം ആവശ്യപ്പെടുന്നതായാണ് പരാതി. തർക്ക പരിഹാരത്തിനായി ലൈസൻസുകളുമായി പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കൊച്ചിൻ കോർപ്പറേഷൻ ഈ വിഷയം അടിയന്തരമായി ഇടപെട്ട് തീരുമാനമെടുക്കണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവായ അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ പറയുന്നു. സാധാരണഗതിയിൽ ഇവിടെ കുടിവെള്ളം ആളുകളുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ പല പ്രാവശ്യം കൗൺസിലിലൊക്കെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രൊജക്ട് അമൃത് പദ്ധതി പെടുത്തിക്കൊണ്ടാണ്, കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ പദ്ധതി അമൃതിൽ പെടുത്തിക്കൊണ്ടാണ് നമ്മൾക്ക് എല്ലാ വീടുകളിലും കൊടുക്കാന്നുള്ളൊരു തീരുമാനം എടുത്തത്. അത് കൗൺസിലും ഒക്കെ പാസ്സായി വന്നിട്ട് മാസങ്ങളോളം കഴിഞ്ഞ് നാളെ ഇതുവരെ കുടിവെള്ളത്തിന്റെ ലൈൻ വീടുകളിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ പറഞ്ഞ തർക്കമെന്നും പറഞ്ഞ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു 3500-ഓളം ഈ ലൈസൻസ്ഡ് പ്ലംബേഴ്സ് ചോദിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് അവർക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ എന്തോ 1500 രൂപയായിട്ട് കൊടുക്കാനുള്ള പ്രൊവിഷനുള്ളൂ. അപ്പോൾ ആ തർക്കത്തിൽ കാരണം ഈ കുടിവെള്ള പദ്ധതിയുടെ ഈ വിതരണം നമ്മളുടെ ഭാഗങ്ങളിലേക്ക് ലൈൻ കൊടുക്കേണ്ടത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും ഇത് വന്നെന്നും പറഞ്ഞ് പബ്ലിക് ടാപ്പുകൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ കൗൺസിലർമാർ വഴിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ തീർക്കേണ്ട തർക്കം തുടരുമ്പോഴും അതിന്റെ ദുരിതമനുഭവിക്കുന്നത് തികച്ചും സാധാരണക്കാരായ ജനങ്ങളാണ്. ന്യൂസ് 18 കൊച്ചി.